ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രാനി തന്നെയാണ്. നമ്മളെ പിടിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നമ്മുടെ ഗ്രാനി ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഗ്രാനിയുടെ വീട്ടിൽ പോയാലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം, അത് മറക്കരുത്. അപ്പോൾ നമ്മൾ എല്ലാ മോഡും സാധാരണ നോർമലിലാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കളി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡേ 1 തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്തോളം നേരം സർവൈവ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇത് നമ്മൾ എസ്കേപ്പ് ചെയ്യില്ല. നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടി വേണമെങ്കിൽ ഉടനെ തന്നെ പറയുക. സെക്കൻഡ് പാർട്ടിയോട് നമ്മൾ വരുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഗ്രാനി ഉണ്ടോ നോക്കില്ലേ ഗൈസ്. ഡോർ തുറന്നിട്ടുണ്ട്. എന്താണ് അപ്പോൾ ഗൈസ് നമുക്ക് ബാറ്ററി കിട്ടിയേ. നമുക്കിന്ന് കാർ എസ്കേപ്പ് തന്നെ ചെയ്യാം. കിട്ടി. ഫസ്റ്റ് തന്നെ ഗ്രാനേഡ് അണ്ണാക്കിക്ക് തന്നെ കയറി കൊടുത്തില്ല നമ്മൾ. അതെന്തായാലും നല്ല പരിപാടി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡേ 2 ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ഗ്രാനേഡ് അണ്ണാക്കിലേക്ക് തന്നെ കയറി കൊടുത്തിട്ടുണ്ട്. സല്ലേ, നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മൾ എണീച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഗ്രാനേഡ് അണ്ണാക്കിലേക്ക് ഞാൻ കയറി കൊടുക്കില്ല. ഗ്രാനി എവിടെ ഉണ്ടോ നോക്കിയിട്ട് ഞാൻ നടക്കുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ വാതിൽ തുറന്നു. നേരെ അടിക്ക് ഓടിക്കും. കണ്ട വഴി ഓടറാ. നമ്മൾ ഓടി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് പിന്നെ മതി. അപ്പോൾ നമുക്ക് പോവാം. ഗ്രാനിയൊന്നും കാണില്ല കേട്ടോ. ഇവിടെ റിബുണ്ട്. ആ ശബ്ദം കേട്ടോ അപ്പം പറന്നിട്ട് വരിക. ഗൈസ്, അയ്യോ റിബുണ്ട്. ഇല്ല നമുക്കിത് വഴി ഗ്രാനി നമുക്ക് നേരെ കാറിലോട്ട് പോട്ടോ. വേണ്ട എവിടേക്കാ പോവുക? യെസ് ഗൈസ്, നമുക്ക് പെട്രോൾ കിട്ടി. അപ്പം നമ്മുടെ വണ്ടി വിശന്നിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് പെട്രോൾ കൊണ്ടുപോയിട്ട് കൊടുക്കണം. അതാ, നമുക്ക് പെട്രോൾ വയ്ക്കണമെങ്കിൽ ഇത് വേണം ഗൈസ്. അയ്യോ, നമ്മുടെ കാറിൻ്റെ ബമ്പർ വീണ് ഓടിക്കി. ദൈവമേ, ഗ്രാനി വൺ സീന് ഗൈസ്. ഞാൻ എല്ലാ മോഡും നോർമലിൽ ഞാൻ ഇട്ട്. പക്ഷെ ഗ്രാനിക്ക് സ്പീഡ് വളരെ കൂടുതലാണ്. പിന്നെ ഗ്രാനി പിന്നെ പല്ലേക്കില്ല, അത് വേറെ കാര്യം. നമുക്ക് ഒളിച്ചിരിക്കാം അവിടെ. ഗ്രാനി പോയാ ചിലപ്പോൾ നമ്മൾ എണീച്ചിരിക്കുമ്പോൾ ഗ്രാനി പോയി. അപ്പോൾ ഇതുവരെ ഗ്രാനി മേലേക്ക് വിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്രാനി അവിടെ മറ്റേ സ്റ്റെപ്പ് വരെ നോക്കാൻ ഇവിടെ തന്നെ നിന്നാൽ മതി. ഈ സ്റ്റെപ്പിൻ്റെ തന്നെ മേൽഭാഗത്തായിട്ട് സ്റ്റെപ്പിൻ്റെ ഇതുണ്ട്. അവിടെ ഉണ്ടാവും. അവിടെ. അപ്പം മേലത്തെ സ്റ്റെപ്പും കയറിപ്പോയിട്ടുണ്ട് ഗ്രാനി. അപ്പോൾ നമ്മുടെ ഗ്ലിച്ച് വീഡിയോ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഗ്രാനിയത്തെ ഗ്ലിച്ചൊക്കെ ചെയ്യുന്നതായിരിക്കും. നമുക്കിനി പറന്നു പോവുക. നമ്മുടെ സ്പൈഡർ ഗ്രാനിയുടെ സ്ഥലം ഇപ്പുറത്താണ് കേട്ടോ. നമുക്ക് പിന്നെ അവിടേക്കൊന്നും പോകാറായിട്ടില്ല. ഭാഗ്യം, ആ സാധനം ഉണ്ടല്ലേ ട്രാപ്പ് ഇട്ട് പോയെടുക്കുക. നമ്മളിപ്പോൾ അതിനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുകിടുന്നു. ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്. ഗ്രാനി ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ. നമുക്ക് പേടിയുണ്ട്. ചിലപ്പോൾ ഒന്നുമില്ല, പറന്നിട്ടാ വരിക. കാണാനില്ല. അപ്പം നമുക്ക് ബെല്ലടിച്ച് നേരെ മേലേക്ക് ഓടിക്കൂ. ഗൈസ്, നമ്മുടെ ബെഡിൻ്റെ അടി നമുക്ക് സുരക്ഷിതമായിരിക്കാം. ഈ ഗ്രാനി എവിടെ നിന്നൊക്കെ പൊട്ടി മുളച്ച് വരിക നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഗ്രാനി അങ്ങനത്തെ ഒരു സാധനമാണ്. എവിടുന്നെങ്കിലുമൊക്കെ പൊട്ടിമുളച്ച് വന്നോളൂ. അപ്പോൾ നമ്മുടെ ഗ്രാനിയെ കാണുവാനൊന്നുമില്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല, റൂമിലേക്ക് പറന്നടിച്ചിട്ടാണ് വരിക. ഗ്രാനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടേ. കാണാനൊന്നും ഇല്ല ഇവിടെ. നല്ല ഇരിക്കുക. വെറുതെ എന്തിനൊക്കെ രണ്ടെണ്ണാക്കി പോയിരിക്കണേ. നമുക്ക് എനിക്കുണ്ട്. നോക്കാം. ദൈവമേ, നമ്മൾ അന്ന് ഇവിടുന്നല്ല ഗ്രാനി പിടിച്ചേ. പേടിയാൻ കൂടി വരുമ്പേ. യെസ്, നമ്മളെ അടിച്ചിട്ട് നമ്മുടെ ബാറ്ററി വീണ്ടായിരുന്നു. നമ്മുടെ ബാറ്ററി പറമ്പിൽ അവിടെ ബെല്ലുണ്ടായിരുന്നു. അത് അടിച്ചപ്പോൾ ഗ്രാനി തന്നെ പറന്നാണ് വരിക. ഗ്രാനിക്ക് വല്ല F1 കാറും ഉണ്ടാകുന്നാവോ? അല്ല, വരവ് അങ്ങനെയാണ്. ശബ്ദം ഉണ്ടാക്കി. ഇതെന്തത്? നമുക്ക് നേരെ അതൊന്നും തട്ടിയിടല്ലേ. നമുക്ക് നമ്മുടെ ബാറ്ററി കൊണ്ട് ഫിറ്റ് ചെയ്യാം. എൻജിൻ തുറക്ക്. അയ്യോ, ബോണറ്റ് തുറക്ക്. എൻജിൻ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്.
ഗ്രാനീനെ കാണാനില്ലല്ലോ. അല്ല വന്നിട്ട് വലിയ കാര്യമില്ല. നമ്മളടിച്ച് വരുന്നു പറക്ക്. ഞാൻ നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും ഗ്ലിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഗ്ലിച്ച് കാണിച്ചാൽ നമ്മുടെ ഗ്രാനി ഇങ്ങോട്ട് വരും. വരുന്ന ടൈമിൽ നമ്മൾ വേടിക്കുന്നത് വരുന്ന ടൈമിൽ അടക്കിയാൽ തുറക്കുക. അങ്ങനെ ചെയ്ത് ഗ്രാനിയോട് സ്റ്റെക്ക് ആയിരുന്നുള്ളൂ. നമ്മളെ കാണില്ല. അപ്പം തന്നെ നമ്മൾ വാലടക്കുക. അപ്പം തന്നെ ഒരു 5 മിനിറ്റ് തന്നെ ഗ്രാനിയോട് സ്റ്റെക്കായിന്ന് സ്റ്റെക്ക് വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വാലടിച്ചു. കണ്ട, ഇതാണ് നമ്മുടെ ഗ്രാനിത്തെ ഗ്ലിച്ച്. റെഡിയാണ് ഗൈസ്. നമ്മുടെ ഗ്രാനി ഇതാ പോകുന്നു. അയ്യോ കാണണ്ട. ഗ്രാനിക്ക് കണ്ണ് കാണില്ലല്ലേ. ഇതിന് ചെവിയിൽ വല്ല സ്പീക്കറും ഉണ്ടോയെന്ന സംശയം. നമ്മളിപ്പോൾ എന്തെങ്കിലും കുഞ്ഞൊരു സാധനം നിലത്തിട്ടാൽ മതി, F1 കാറിൻ്റെ സ്പീഡിലായി ഗ്രാനി വരിക. നമുക്ക് പോവാ. ഗ്രാനി പോയിട്ടുണ്ടാവും. ഗ്രാനി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. അല്ല പറയാൻ പറ്റില്ല, ചിലപ്പോൾ വെയിറ്റ് ചെയ്തൊക്കെ. ഗ്രാനി അല്ല ആള്. ഇപ്പം ഇവിടെ അടിയിലൊക്കെ മൊത്തം ചോര തട്ടിയിട്ട് ഓടിക്കോ. വെറുതെ ഗ്രാനിയുടെ കയ്യിൽ നിന്ന് പെട വാങ്ങണ്ട. ഓടോ. നമുക്കിപ്പോൾ ഒന്നും കിട്ടണില്ല ഗൈസ്. എന്താ ചെയ്യേ? അപ്പം നമ്മൾ ഗ്രാനീനെ അടിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ നേരെ മേലെ കൂടെ പോവാണ്. പറയാൻ പറ്റില്ല, ചെന്ന് കറന്നാൽ ഗ്രാനിയുടെ തൊള്ളേക്കാവും. ഗ്രാനാണല്ലേ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വല്ലതും നോക്കാം. സാധാരണ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ കാർക്കിയൊക്കെ എടുക്കാറുണ്ട്. ഇപ്രാവശ്യം എന്തായാലും കാണാനില്ല. അപ്പം നമ്മൾ ഈ ബാത്റൂമിൻ്റെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു ഗൈസ്, റിബൺ. അത് വന്ന് നിൽക്കുന്നു ഗ്രാനി. ഇതിന് ഒടുക്കത്തെ വട്ടാണ് ഗ്രാനിക്ക്. വന്ന വരവുണ്ടില്ലേ F1 കാറിൻ്റെ സ്പീഡില്. റൂമിൽ പോയി നമുക്കിത് ക്യാമറ പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിരീക്ഷിക്കാം ഗ്രാനീനെ. പറന്നു നേരെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോയിട്ട് ബെഡിൻ്റെ അടിയിൽ ഓടിക്കും. യെസ്, ഇതാണ് നമ്മുടെ പ്ലാൻ. ഇതാ പോകുന്നു. ഗ്രാനി അടിക്ക് പോയി. വേം വാ. ഗ്രാനി നമുക്ക് അടുത്ത പ്രാവശ്യം വെപ്പൺ കീ എടുത്തിട്ടുണ്ടല്ലോ. ഗ്രാനിയുടെ തലയ്ക്ക് നോക്കി 2 പൊട്ടിച്ചിട്ട കാര്യമുള്ളൂ. അല്ല, നമ്മളെ അടിക്കാനായോ ഗ്രാനി? അല്ല, സാധാരണ ഗ്രാനി നമ്മളെ അടിക്കുക ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അടി വിളിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റിബൺ ഉണ്ടായിരുന്നു. ഞാൻ അറിയാണ്ടാകുമ്പോൾ പോയി ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് അടിച്ചിട്ട് പോകുന്നുണ്ട്. വരുമോ? ഗ്രാനി ഉറപ്പാ. അപ്പോൾ വരും. അറക്കും തളികേ ഗ്രാനി കുറച്ച് വിളിച്ചിരിക്കും അതിൻ്റെ ഉള്ളിൽ. കാരണം റിബ് അടിച്ചിട്ട് ചിലപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ട്രാപ്പ് ഇട്ടിട്ടുണ്ടാവും. ഗ്രാനിനെ കാണാമല്ലോ. നമുക്ക് എണീച്ച് പോയല്ലോ. വേണ്ട. എപ്പോഴാണ് ഗ്രാനി ഒന്ന് പിടിക്കുന്ന? നമുക്ക് പോയി എണീക്കാം. ഗ്രാനിനെ കാണാമല്ലോ. പക്ഷെ നമുക്ക് എണീച്ച് പോവാം. യെസ്, ഗ്രാനി ഈസ് ഹെയർ. ഗ്രാനി അടിയിൽ ട്രാപ്പൊക്കെ ഇട്ടുന്നിട്ടാ. ഇതൊക്കെ നോക്കാണ്ട് ചെന്ന് കയറി തീർന്നടാ. നമ്മളെ ഗ്രാനി വീണ്ടും അടിച്ചിട്ടിരിക്കുകയാണ്. ഗൈസ്, എന്ത് ചെയ്യും നമ്മൾ? വന്നു പരസ്യം. ഈ ഗെയിമിൽ പരസ്യമുള്ളതാണ് ഏറ്റവും മടുപ്പ്. എന്തായാലും ഇനി ഇത് കഴിയട്ടെ. ഇതെന്താണാവോ? എന്തെങ്കിലും കേട്ടെ. നമ്മുടെ ഗ്രാനി നമ്മളെ തൂക്കി പൊക്കത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ ഗ്രാനീനെ നമുക്ക് 2 പേട പഠിച്ചു വിടാം. അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് നേരം വെപ്പണൊക്കെ എടുത്തിട്ട് 2 തലയ്ക്ക് നോക്കി 2 പൊട്ടിക്കുക ഗൈസ്. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, കാരണം നമ്മുടെ വീഡിയോ അധികം ലെങ്ത്ത് വേണ്ട. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. നമ്മുടെ ഗ്രാനി ചേച്ചി പുറത്തുണ്ട്. പിന്നെ നമ്മുടെ ഗ്രാനി വന്നു കഴിഞ്ഞാൽ നമ്മളെ തൂക്കുന്നുള്ള ഉറപ്പാണ്. അത് കാരണം ഇനി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പം തന്നെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.